ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായമായ കെയർ ഫോർ ദ മോറോ എന്നതിലെ ലിസൺ ടു ദ മൗണ്ടെയിൻ എന്ന നാടകമാണ്. പ്രകൃതി വിഭവങ്ങളാൽ അനുഗ്രഹീതമാണ് ഭൂമി. പക്ഷേ അവയെല്ലാം ശ്രദ്ധയില്ലാത്തതും സ്വാർത്ഥമായ രീതിയിലും ചൂഷണം ചെയ്യപ്പെടുന്നു. പ്രകൃതിയെ സംരക്ഷിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നല്ല നാളേക്ക് വേണ്ടി അവയെ പരിപാലിക്കുകയും വേണം. പ്രകൃതിയോട് മനുഷ്യൻ നടത്തുന്ന ചൂഷണത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് ഓരോ പ്രകൃതി ദുരന്തവും. പ്രകൃതിയുടെ മഹത്വവും അവയെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയുമാണ് ഈ അധ്യായത്തിലെ ഓരോ പാഠഭാഗങ്ങളും ചർച്ച ചെയ്യുന്നത്. മനുഷ്യൻ്റെ അത്യാഗ്രഹം അവന് തന്നെ ഭാരമാകുന്നു എന്ന വലിയ തിരിച്ചറിവ് നൽകുന്ന ഒരു പാഠഭാഗമാണ് കാവേരി നമ്പീശൻ എഴുതിയ ലിസൺ ടു ദ മൗണ്ടെയിൻ. വളരെ ശാന്തമായി പോകുന്ന ഒരു ഗ്രാമവും കോടീശ്വരനായ ഒരു വ്യവസായി വന്ന് നാട്ടുകാരുടെ എതിർപ്പിനെ വകവെക്കാതെ വലിയ ഹോട്ടൽ കെട്ടാൻ നിൽക്കുന്നതും അതിൻ്റെ പണി തുടങ്ങുന്നതും അവസാനം അത് ഒരു ഉരുൾപൊട്ടലിൽ അവസാനിക്കുന്നതുമാണ് നാടകത്തിൻ്റെ ഉള്ളടക്കം. പാഠത്തിലോട്ട് പോകുന്നതിന് മുമ്പ് കാവേരി നമ്പീശൻ ആരാണെന്ന് നോക്കാം. ഇന്ത്യൻ നോവൽ രചയിതാവും 2003 തേർഡ് ഔട്ട്ലുക്ക് പിക്കാഡർ നോൺ ഫിക്ഷൻ മത്സരത്തിൽ അവരുടെ കഥയായ ഡോക്ടർ സാഡ് ആൻഡ് ദ പവർ ലഞ്ച് എന്നത് ജോയിൻറ്റ് റണ്ണറപ്പും ആയിട്ടുണ്ട്. ദ സ്റ്റോറി ദാറ്റ് മസ്റ്റ് നോട്ട് ബി ടോൾഡ് എന്നത് 2012 സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചറിൽ DSC പ്രൈസിനും 2018 മാൻ ഏഷ്യൻ ലിറ്ററേച്ചർ പ്രൈസിനും ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാടകത്തിലോട്ട് പോകാം. ലിസൺ ടു ദ മൗണ്ടെയിൻ, പർവ്വതത്തിലേക്ക് ശ്രദ്ധിക്കുക. ക്യാരക്ടേഴ്സ്, ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഗ്രാൻഡ് മദർ, ഒരു മുത്തശ്ശി. നാരായൺ, സ്കൂൾ ഹെഡ് മാസ്റ്റർ, സ്കൂളിലെ പ്രധാന അധ്യാപകനായ നാരായൺ. രാമണ്ണ, ടീ ഷോപ്പ് ഓണർ, ചായക്കടയുടെ ഉടമ രാമണ്ണ. ശാസ്ത്രി, കണ്ണൻ, രുദ്രപ്പ ഇവരെല്ലാം ഗ്രാമീണരാണ്, വില്ലേജ് മെൻ. സാഗർ, ബിൽഡിംഗ് കോൺട്രാക്ടർ. സാഗർ എന്ന കെട്ടിട നിർമ്മാണത്തിൻ്റെ കരാർ ഏറ്റെടുത്തവർ. ദീക്ഷിത്, മില്യനെയർ ഇൻഡസ്ട്രിയലിസ്റ്റ്, കോടീശ്വരനായ ഒരു വ്യവസായി. ദ പ്ലേ ഈസ് സെറ്റ് ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിലാണ് നാടകം സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ പ്ലേയുടെ സെറ്റിങ്സും കാര്യങ്ങളുമാണ് പറയുന്നത്. ദ ബാക്ക്ഗ്രൗണ്ട് ഷോസ് മൗണ്ടെയിൻസ്, ട്രീസ് ആൻഡ് എ റിവർ ഡെപിക്റ്റിംഗ് എ നാച്ചുറൽ കൺട്രി സൈഡ് വ്യൂ. പശ്ചാത്തലത്തിൽ പർവ്വതങ്ങളും മരങ്ങളും പ്രകൃതി അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു ഗ്രാമീണ കാഴ്ച ചിത്രീകരിക്കുന്ന ഒരു നദിയും കാണാം. സീൻസ് 1 and 4 ആർ ഇനാക്റ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കർട്ടൻ. 1ാമത്തെയും 4ാമത്തെയും രംഗങ്ങൾ തിരശീലയ്ക്ക് മുമ്പിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത്, അതായത് കർട്ടൻ ഉയർത്താതെ. ദ കർട്ടൻ റൈസസ് ഫോർ സീൻസ് 2, 3 and 5. 2, 3, 5 രംഗങ്ങൾക്ക് വേണ്ടി കർട്ടൻ ഉയർത്തിയിട്ടുമുണ്ട്. സീൻ 1, രംഗം 1. ഗ്രാൻഡ് മദർ അപ്പിയേഴ്സ് ഫ്രം സ്റ്റേജ് റൈറ്റ്, ഹോബിൾസ് ടു ദ സെൻറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ കർട്ടൻ ആൻഡ് സ്പീക്സ് ടു ദ ഓഡിയൻസ് ഇൻ എ സ്ലോ ഡെലിബറേറ്റ് വോയിസ്. മുത്തശ്ശി സ്റ്റേജിൻ്റെ വലതു ഭാഗത്തു നിന്നും പ്രത്യക്ഷപ്പെട്ടു. വേച്ച് നടുവിലേക്ക് നടന്നു. തിരശീലയ്ക്ക് മുമ്പിലായി കാണികളോട് വളരെ താഴ്ന്ന ബോധപൂർവമുള്ള സ്വരത്തിൽ സംസാരിച്ചു. ഗ്രാൻഡ് മദർ, മുത്തശ്ശി പറയാണ്, ഐ എം എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഞാൻ ഒരു വലിയ മുത്തശ്ശിയാണ്. ഐ വാസ് ബോൺ അറ്റ് ദ ടേൺ ഓഫ് ദ സെഞ്ച്വറി വെൻ ദ വർ നോ മോട്ടോർ കാർസ്, നോ എയ്റോപ്ലെയിൻസ്, നോ ടെലിവിഷൻ, നോ മൂവീസ് ആൻഡ് മച്ച് ലെസ് നോയ്സ്. ഞാൻ ആ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ജനിച്ചത്. എപ്പോഴാണോ ഇവിടെ കാറുകൾ, വിമാനങ്ങൾ, TV, സിനിമ ഒന്നുമില്ലാത്തതും വളരെ കുറഞ്ഞ ശബ്ദമുണ്ടായിരുന്നതും ആ കാലത്താണ് ഞാൻ ജനിച്ചത്. പോസസ്, എന്നിട്ട് ഒന്ന് നിർത്തി. I was born here, grew up, married, had my children, grandchildren and my great-grandchildren. ഞാൻ ഇവിടെയാണ് ജനിച്ചത്, വളർന്നത്, വിവാഹം കഴിഞ്ഞതും കുട്ടികളുണ്ടായതും പേരക്കുട്ടികളുണ്ടായതും കൊച്ചുമക്കളുണ്ടായതും എല്ലാം ഇവിടെയാണ്. ഐ ഹാവ് ലീവ്ഡ് ഹിയർ ഓൾ മൈ ലൈഫ്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെയാണ് താമസിച്ചത്. ഹിയർ ഇൻ ദിസ് വില്ലേജ് ഓൺ ദ സ്ലോപ്സ് ഓഫ് ധർമ്മഗിരി. ഇവിടെ ഈ ഗ്രാമത്തിൽ ധർമ്മഗിരിയുടെ ചെരിവുകളിൽ. ദ റിവർ, ട്രീസ്, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഓൾ ആർ മൈ ഫ്രണ്ട്സ്. ഇവിടെയുള്ള നദി, മരങ്ങൾ, പൂക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. ഐ ഹാവ് ഹാഡ് എ ടഫ് ലൈഫ്
ബട്ട് എ ഹാപ്പി വൺ. എനിക്ക് ഒരു കഠിനമായ ജീവിതമാണ് ജീവിച്ചിട്ടുള്ളത്, പക്ഷേ സന്തോഷകരമായ ഒന്ന്. പോസസ് എന്നിട്ടൊന്ന് നിർത്തി. നൗ ഐ ആം ഓൾമോസ്റ്റ് 90. ഇപ്പോൾ ഞാൻ ഏകദേശം 90 വയസ്സായി. മൈ ഗ്രാൻഡ് സൺ നാരായൺ ഈസ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. എൻ്റെ കൊച്ചുമകനായ നാരായണാണ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ. ഹി കെയിം ടു മീ വിത്ത് ദ മോസ്റ്റ് ഷോക്കിംഗ് ന്യൂസ്. അവൻ എൻ്റെ അടുത്തേക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് വന്നത്. പോസസ് എന്നിട്ട് ഒന്നുകൂടെ നിർത്തി. ഷാൾ ഐ ടെൽ യു അബൌട്ട് ഇറ്റ്? ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് പറയട്ടെ? വെയിറ്റ്, നിൽക്കൂ. ഐ തിങ്ക് യു ബെറ്റർ സീ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്. എനിക്ക് തോന്നുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നിങ്ങൾ കാണുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ്. ഷീ ഹോബിൾസ് ഓഫ് ദ സ്റ്റേജ്. അവർ മുടന്തി അല്ലെങ്കിൽ ഏന്തി സ്റ്റേജിൻ്റെ പുറത്തേക്ക് നടന്നു. എൻ്റർ നാരായൺ ഫ്രം വൺ സൈഡ് ഓഫ് ദ സ്റ്റേജ് ആൻഡ് സാഗർ ഫ്രം ദ അതർ. ദേ മീറ്റ് സെൻറ്റർ സ്റ്റേജ് ആൻഡ് ഗ്രീറ്റ് ഈച്ച് അതർ. നാരായൺ പ്രവേശിച്ചു, മറ്റു ഭാഗത്ത് നിന്നും സാഗറും. അവർ സ്റ്റേജിൻ്റെ നടുവിലെത്തി, എന്നിട്ട് പരസ്പരം അഭിവാദ്യം ചെയ്തു. നാരായൺ: വെൽക്കം, വെൽക്കം ടു അവർ വില്ലേജ്. ഐ ആം ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. നാരായൺ പറയാണ്, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഞാനാണ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. സാഗർ പറയാണ്, സാഗർ ഫ്രം ബാംഗ്ലൂർ, പ്ലീസ്ഡ് ടു മീറ്റ് യു. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ബാംഗ്ലൂരിൽ നിന്നും സാഗർ. കണ്ടുമുട്ടിയതിൽ വളരെയധികം സന്തോഷം. നാരായൺ: വിൽ യു ജോയിൻ മീ ഫോർ എ കപ്പ് ഓഫ് ടീ മിസ്റ്റർ സാഗർ? മിസ്റ്റർ സാഗർ, താങ്കൾ എൻ്റെ കൂടെ ഒരു ചായ കുടിക്കാൻ വരുന്നോ? രാമണ്ണാസ് ടീ ഷോപ്പ് ഈസ് ജസ്റ്റ് അക്രോസ് ദ റോഡ്, പ്ലീസ് കം. രാമണ്ണയുടെ ചായക്കട ഈ റോഡിൻ്റെ അപ്പുറത്താണ്, എൻ്റെ കൂടെ വരൂ. സാഗർ: താങ്ക് യു. അയാൾ നന്ദി പറഞ്ഞു. ദേ ലീവ് ടുഗദർ. അവർ ഒരുമിച്ച് അവിടം വിടുന്നു. സീൻ 2. രംഗം 2. കർട്ടൻ റൈസസ്. കർട്ടൻ ഉയരുന്നു. സെറ്റ് ഷോസ് രാമണ്ണാസ് ടീ ഷോപ്പ്. അണിയറയിൽ രാമണ്ണയുടെ കട കാണിക്കുന്നു. സ്മോൾ ചിയർഫുൾ ഹോട്ടൽ വിത്ത് 2 ടേബിൾസ് ആൻഡ് സെവറൽ ചെയർസ്. കുറച്ച് കസേരകളും 2 മേശകളുമുള്ള ഒരു ചെറിയ ഉത്സാഹമുള്ള ഒരു ഹോട്ടൽ. ട്രാൻസിസ്റ്റർ റേഡിയോ ഓൺ രാമണ്ണാസ് കൗണ്ടർ. കൊണ്ടു നടക്കാവുന്ന ഒരു റേഡിയോ രാമണ്ണയുടെ കച്ചവട സാധനങ്ങൾ വെച്ചിട്ടുള്ള മേശയുടെ മുകളിലുണ്ട്. ലൈറ്റ്, ഫിലിം മ്യൂസിക് ബ്ലെയറിംഗ്. വളരെ ലളിതമായ സിനിമാ സംഗീതം മുഴങ്ങുന്നു. കോൺവെർസേഷൻ ഓപ്പൺസ്, മ്യൂസിക് ഫെയ്ഡ്സ്. സംഭാഷണം തുറന്നു, സംഗീതം മങ്ങി. സാഗർ സിറ്റിംഗ്. സാഗർ ഇരുന്നു കൊണ്ട് പറയാണ്, യെസ്, താങ്ക് യു. അതെ, നന്ദി. ഐ വിൽ ഹാവ് ടീ. ഞാൻ ചായ കുടിക്കും. മൂവ്ഡ് ഇൻ ടു ദ വില്ലേജ് എ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ. യു നോ. നിങ്ങൾക്കറിയില്ലേ, ഗ്രാമത്തിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നീങ്ങിയിട്ടുണ്ട്. റെൻറ്റഡ് എ ഹൗസ് ബിയോണ്ട് ദ മാർക്കറ്റ് പ്ലേസ്. അങ്ങാടിക്കപ്പുറത്ത് ഒരു വീട് വാടകയ്ക്കെടുത്തു. ബിറ്റ് പ്രിമിറ്റീവ് ബട്ട് ഇറ്റ് വിൽ ഡു. കുറച്ച് പുരാതനമാണ്, പക്ഷേ അത് മതി. ലോവ്സ് ചിരിച്ചുകൊണ്ട്. ഐ ആം ഓൺലി ഹിയർ ഫോർ 6 months. ഞാനിവിടെ വെറും 6 മാസത്തിനേ ഉള്ളൂ. നന്ദി. രാമണ്ണ ക്യൂരിയസ്ലി. രാമണ്ണ അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. രാമണ്ണ ടീ ഷോപ്പ് ഓണറാണ്. വൈ 6 months? എന്തുകൊണ്ട് 6 മാസം? ഹാവ് യു കം ഓൺ എ ബിസിനസ്? താങ്കൾ ഇവിടെ വന്നിട്ടുള്ളത് വ്യാപാരത്തിനാണോ? സാഗർ വിത്ത് എ സ്നീർ, പുച്ഛത്തോടെ. യാ, അതെ. വൈ വിൽ ഐ കം ടു എ സ്ലീപ്പി ലിറ്റിൽ ഡം ലൈക്ക് ദിസ് ഇഫ് നോട്ട് ഫോർ ബിസിനസ്? വ്യാപാരത്തിനല്ലെങ്കിൽ ഞാൻ എന്തിന് ഇങ്ങനെ അലസമായ ചെറിയ ചവർ കൂമ്പാരത്തിലേക്ക് വരണം? വി ആർ ബിൽഡിംഗ് എ ഹോട്ടൽ ഹിയർ, എ 5-star ഹോട്ടൽ. ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടൽ നിർമ്മിക്കുകയാണ്, ഒരു 5-star 5 നക്ഷത്ര ഹോട്ടൽ. രാമണ്ണ സെർവിങ് ടീ, ചായ കൊടുത്തുകൊണ്ട്. 5-star ഹോട്ടൽ ഹിയർ ഇൻ അവർ വില്ലേജ്. 5 നക്ഷത്ര ഹോട്ടലോ? ഇവിടെയോ? ഞങ്ങളുടെ ഗ്രാമത്തിലോ? സാഗർ പ്രൗഡ്ലി, വളരെ അഭിമാനത്തോടെ പറയാണ്. യാ, എ ഫാബുലസ് മൾട്ടി സ്റ്റോറീഡ് ഹോട്ടൽ. അതെ, ഗംഭീരമായ ഒന്നിലധികം നിലകളുള്ള ഒരു ഹോട്ടൽ. 300 റൂംസ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, സ്വിമ്മിംഗ് പൂൾ, ഹെൽത്ത് ക്ലബ്, വീഡിയോ, ദ വർക്ക്സ്. 300 മുറികൾ,
ഷോപ്പിംഗ് സമുച്ചയം, നീന്തൽക്കുളം, ഹെൽത്ത് ക്ലബ്, വീഡിയോ, അങ്ങനെ ഒരുപാട് പ്രവർത്തികൾ. നാരായൺ സർപ്രൈസ്ഡ്. നാരായൺ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ബട്ട് അവേഴ്സ് ഈസ് എ സ്മോൾ വില്ലേജ്, ഓൺലി 500 പീപ്പിൾ ലീവ് ഹിയർ. പക്ഷേ ഞങ്ങളുടേത് ഒരു ചെറിയ ഗ്രാമമല്ലേ, ഇവിടെ ആകെ 500 ആളുകളെ ജീവിക്കുന്നുള്ളൂ. വാട്ട് വിൽ വി ഡു വിത്ത് എ ഹോട്ടൽ ദാറ്റ് ഹാസ് 300 റൂംസ്? 300 മുറികളുള്ള ഹോട്ടൽ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാ? സാഗർ അഡ്രസ്സിംഗ് ദ ഓഡിയൻസ്. സാഗർ സദസ്സിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയാണ്, വില്ലേജ് ഫോക്ക്, ഗ്രാമവാസികൾ, ദേ ആർ ഡംബ്, അവർ ഓർമ്മകളാണ്. ടു നാരായൺ, എന്നിട്ട് നാരായണനോട് പറയാണ്, ടൂറിസം മാൻ, ടൂറിസം, വിനോദസഞ്ചാരം, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് പറയാണ്. റൈസസ് ഫ്രം ദ ചെയർ, ടോൾസ് ഇൻ ആൻ എക്സൈറ്റഡ് വോയിസ്. കസേരയിൽ നിന്നും എണീറ്റു, ആവേശത്തോടെയുള്ള ശബ്ദത്തിൽ സംസാരിച്ചു. ദിസ് ഈസ് എ ലവ്ലി വില്ലേജ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ വാലി. ഇതൊരു മനോഹരമായ ഗ്രാമമാണ്, ഒരു താഴ്വരയുടെ നടുവിൽ. ദിസ് റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ യുവർ വില്ലേജ്, ഇറ്റ് ഈസ് ദ ക്ലീനസ്റ്റ് റിവർ ഐ ഹാവ് എവർ സീൻ. നിങ്ങളുടെ ഗ്രാമത്തിലൂടെ പോകുന്ന ഈ നദി ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശുദ്ധമാണ്. സ്വീപ്സ് ഹിസ് ആംസ് ആസ് ഹി സ്പീക്സ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ കൈകൾ തുടച്ചുകൊണ്ട്. And up the Dharmagiri mountain, such a gorgeous, breathtaking view. ധർമ്മഗിരി പർവ്വതത്തിൻ്റെ മുകളിലും ആഡംബരമായ ആശ്വാസകരമായ ഒരു കാഴ്ച. ദ വാട്ടർഫാൾസ്, ദ ട്രീസ്, ദ വൈൽഡ് ലൈഫ്. വെള്ളച്ചാട്ടങ്ങൾ, മരങ്ങൾ, വന്യജീവി. മാർവലസ്, സിംപ്ലി മാർവലസ്, ആശ്ചര്യം, അത്ഭുതം. ദ പ്ലാൻ ഈസ് ടു ബിൽഡ് എ 5-star hotel right there on the top of ധർമ്മഗിരി, overlooking your village. ധർമ്മഗിരിയുടെ മുകളിൽ അവിടെ ഒരു 5-നക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കാനാണ് പദ്ധതി, നിങ്ങളുടെ ഗ്രാമത്തെ നോട്ടക്കുറവ് ആക്കിക്കൊണ്ട്. പോയിന്റ്സ് ടു ദ മൗണ്ടെയിൻ, ഫാന്റാസ്റ്റിക്. പർവ്വതങ്ങളിലേക്ക് ചൂണ്ടിയിട്ട്. അതിശയം അല്ലേ? നാരായൺ ഷോക്ക്ഡ്. നാരായൺ അത്ഭുതത്തോടെ. ദ ഓൺലി കൺസ്ട്രക്ഷൻ വി ഹാവ് ഓൺ ധർമ്മഗിരി ഈസ് ദ ടെമ്പിൾ ബിൽറ്റ് 300 years ago. 300 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ക്ഷേത്രം മാത്രമാണ് ഞങ്ങൾ ധർമ്മഗിരിയിൽ നിർമ്മിച്ചിട്ടുള്ളത്. രാമണ്ണ, ദ മൗണ്ടെയിൻ ഈസ് സാക്രഡ് ടു അസ്. പർവ്വതം ഞങ്ങൾക്ക് പവിത്രമാണ്. ദ റിവർ വിച്ച് സ്റ്റാർട്ട്സ് ദ ഫ്ലോസ് ഡൗൺ ആൻഡ് സസ്റ്റെയിൻസ് അവർ ക്രോപ്സ്. അവിടെ നിന്നും തുടങ്ങുന്ന നദി താഴേക്ക് ഒഴുകുന്നു, ഞങ്ങളുടെ വിളകളെ നിലനിർത്തുന്നു. അവർ ലൈഫ്സ്, ഞങ്ങളുടെ ജീവൻ. ഹൗ ക്യാൻ യു ബിൽഡ് എ ഹോട്ടൽ ദർ? എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ ഒരു ഹോട്ടൽ പണിയാൻ കഴിയുക? നാരായൺ, ദർ ഈസ് ഓൺലി എ നാരോ വിൻഡിംഗ് പാത്ത് ടു ദ ടോപ്പ്. മുകളിലേക്ക് ഒരു ചെറിയ ഇടുങ്ങിയ തീവ്രമായ വഴി മാത്രമാണുള്ളത്. യുവർ വെഹിക്കിൾസ് കനോട്ട് ഗോ അപ്പ്. നിങ്ങളുടെ വാഹനങ്ങൾക്ക് മുകളിലേക്ക് പോവാൻ കഴിയില്ല. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹൗസസ് ഇൻക്ലൂഡിംഗ് മൈൻ വിച്ച് ആർ അലോങ് ദ സ്ലോപ്പ്? അവിടെയുള്ള വീടുകൾക്ക് എന്ത് അവസ്ഥയായിരിക്കും, എൻ്റേതുൾപ്പെടെ? ഏതാണോ ചെരിവുകളിലൂടെ ഉള്ളത്? സാഗർ, ദർ ഈസ് നത്തിങ് ടു വറി, ഐ ക്യാൻ ടെൽ യു. എനിക്ക് പറയാൻ കഴിയും, ഇതിൽ പേടിക്കാൻ ഒന്നുമില്ല. ദിസ് ഹോട്ടൽ ഈസ് ബീങ് ബിൽറ്റ് ബൈ ദീക്ഷിത്. ഈ ഹോട്ടൽ നിർമ്മിക്കാൻ പോകുന്നത് ദീക്ഷിത് ആണ്. ഹേർഡ് ഓഫ് ഹിം, നിങ്ങൾ അയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ദ മില്യനെയർ ഇൻഡസ്ട്രിയലിസ്റ്റ് ഫ്രം ഡൽഹി. ഡൽഹിയിൽ നിന്നുമുള്ള കോടീശ്വരനായ വ്യവസായി. ഹി ഹാസ് ദ ഓക്കെ ഫ്രം ദ ഗവൺമെൻറ്. അവർക്ക്, അദ്ദേഹത്തിന് സർക്കാരിൽ നിന്നുമുള്ള അനുമതിയുണ്ട്. ആൻഡ് മൈ ഫേം ഹാസ് ക്ലിഞ്ച്ഡ് ദ ഡീൽ ഫോർ ബിൽഡിംഗ് ഇറ്റ്. മാത്രമല്ല എൻ്റെ ഉറപ്പും നിർമ്മിക്കാനുള്ള ആ കരാർ നേടിയിട്ടുണ്ട്. എവ്രിതിങ് ഹാസ് ബീൻ അറേഞ്ച്ഡ്. എല്ലാം ഒരുക്കി കഴിഞ്ഞു. ഐ ഹാവ് കം ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ്. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പണി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. രാമണ്ണ അജിറ്റേറ്റഡ്, അരേ, പ്രക്ഷോഭത്തോടെ പറയാണ്. നോ വൺ ഇൻ ദ വില്ലേജ് ഹാസ് ബീൻ ടോൾഡ് എബൌട്ട് ഇറ്റ്. ഗ്രാമത്തിലെ ആരും തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ദ വില്ലേജേഴ്സ് വിൽ നോട്ട് ലൈക്ക് ഇറ്റ്. ഐ നോ ദേ വിൽ നോട്ട്. എനിക്കറിയാം, അവർ ഒരിക്കലും ഇത് ഇഷ്ടപ്പെടില്ല, ഇതിന് സമ്മതിക്കുകയുമില്ല. ഗ്രാമവാസികൾ ഒരിക്കലും ഇത് ഇഷ്ടപ്പെടില്ല. സാഗർ ഹോട്ടിംഗ്ലി, അഹങ്കാരത്തോടെ. ഇഗ്നോറൻസ്, മൈ ഡിയർ ഫ്രണ്ട്, ഇഗ്നോറൻസ്.
വിവരമില്ലായ്മ. എൻ്റെ പ്രിയ സുഹൃത്തെ, വിവരമില്ലായ്മ. ദ വില്ലേജ് വിൽ നോട്ട് ബി ഹാംഡ് ഇൻ എനി വേ, കാൻഡ് യു സീ. ഗ്രാമത്തിന് ഒരു രീതിയിലും ഉപദ്രവം ഉണ്ടാകില്ല, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? When we widen the road to go up the hill and make it a tar road, some houses will naturally be knocked down. ഞങ്ങൾ കുന്നിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി റോഡ് വീതി കൂട്ടുമ്പോൾ, അത് ടാർ റോഡ് ആക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചില വീടുകൾ തട്ടിപ്പോവും. We will compensate handsomely. Don't worry man. ഞങ്ങൾ നല്ല രീതിയിൽ നഷ്ടപരിഹാരം നൽകും, വിഷമിക്കേണ്ട ചങ്ങാതി. It will be one of the best luxury hotels in the country. നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ആഡംബര ഹോട്ടലായിരിക്കും അത്. Tourists will pour into your village, especially rich ones. വിനോദസഞ്ചാരികൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഒഴുകും, പ്രത്യേകിച്ച് പണക്കാർ. നാരായൺ ഡൗട്ട്ഫുള്ളി, സംശയത്തോടെ. Where are the men to build your hotel? Where is the machinery? നിങ്ങളുടെ ഹോട്ടൽ നിർമ്മിക്കാനുള്ള ആളുകൾ എവിടെ, യന്ത്രങ്ങൾ എവിടെ? സാഗർ laughing, ചിരിച്ചുകൊണ്ട്. It is all arranged man. അതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ദീക്ഷിത് ഡസ് നോട്ട് വേസ്റ്റ് ടൈം. ദീക്ഷിത് ഒരിക്കലും സമയം പാഴാക്കില്ല. ഹി ഹാസ് ഇൻഫ്ലുവൻസ്. അയാൾക്ക് സ്വാധീനമുണ്ട്. ഹി ക്യാൻ ഗെറ്റ് തിങ്സ് മൂവിങ്. അയാൾക്ക് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയും. സ്നാപ്സ് ഹിസ് ഫിംഗേഴ്സ്. അയാളുടെ വിരൽ ഒന്ന് പൊട്ടിക്കുക അല്ലെങ്കിൽ നൊടിക്കുക. Tomorrow, lorries and trucks will arrive with cement, bricks, steel, marble and other things. സിമൻറ്റ്, ഇഷ്ടിക, മാർബിൾ, സ്റ്റീൽ, മറ്റ് വസ്തുക്കൾ എന്നിവയെല്ലാം നിറച്ച് നാളെ ലോറികളും ട്രക്കുകളും ഇവിടെ എത്തും. We are bringing the laborers of course, a few hundred. മാത്രമല്ല, ഞങ്ങൾ തൊഴിലാളികളെയും കൊണ്ടുവരുന്നുണ്ട്, ഒരു കുറച്ച് 100 പേർ. രാമണ്ണ, a few hundred, where will they stay? കുറച്ച് 100 ആളുകളോ, അവർ എവിടെ താമസിക്കും? സാഗർ, we will put up temporary dwellings for them at the foot of the hill. ഞങ്ങൾ കുന്നിൻ്റെ താഴെ അവർക്ക് വേണ്ടി താൽക്കാലിക പാർപ്പിടങ്ങൾ ഉണ്ടാക്കും. You know some temporary shacks. നിങ്ങൾക്കറിയില്ലേ താൽക്കാലിക കുടിലുകൾ? നോ പ്രോബ്ലം, അതൊരു പ്രശ്നമല്ല. നാരായൺ, യു മീൻ യു വിൽ ഹാവ് സ്ലംസ് ഹിയർ? നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ നിങ്ങൾ ചേരി ഉണ്ടാക്കുമെന്നാണോ? സാഗർ ഷ്രഗിങ്, ഒന്ന് കുടഞ്ഞുകൊണ്ട്. വെൽ, അതെ. ദാറ്റ് ഈസ് വാട്ട് ദേ ആർ യൂസ്ഡ് ടു. അതിനോട് തന്നെയാണ് അവർക്ക് ശീലം. ദേ ലീവ് ലൈക്ക് റാറ്റ്സ്, ഡോണ്ട് യു നോ? അവർ എലികളെ പോലെയാണ് ജീവിക്കുന്നത്, നിങ്ങൾക്കറിയില്ലേ? നാരായൺ അനോയ്ഡ്, ശല്യപ്പെടുത്തിക്കൊണ്ട്. മിസ്റ്റർ സാഗർ, ഐ സ്ട്രോങ്ലി ഒപ്പോസ് ദിസ് പ്ലാൻ ടു ബിൽഡ് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി. ധർമ്മഗിരിയിൽ ഒരു ഹോട്ടൽ പണിയുക എന്ന പദ്ധതിയോട് ഞാൻ തീർത്തും എതിർക്കുന്നു. ഐ വിഷ് the villagers had been consulted first. ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഗ്രാമവാസികളെ ആയിരുന്നു ആദ്യം നിങ്ങൾ കൂടി ആലോചിക്കേണ്ടിയിരുന്നത്. മിസ്റ്റർ ദീക്ഷിത് ഷുഡ് ഹാവ് ആസ്ക്ഡ് us what we felt about it. മിസ്റ്റർ ദീക്ഷിത് ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കണമായിരുന്നു. സാഗർ കണ്ടംച്വസ്ലി, പുച്ഛത്തോടെ പറയാണ്. ഡോണ്ട് മേക്ക് മീ ലോഫ് മാൻ. എന്നെ ചിരിപ്പിക്കരുത്. മിസ്റ്റർ ദീക്ഷിത്, ദ മൾട്ടി മില്യനെയർ, ഓണർ ഓഫ് 24 cinema houses, 5 luxury hotels, 3 drug companies and the biggest biscuit factory in India. Mr. Dikshit, who owns 5 mansions in different parts of the world. You want him to consult you? 2 ഡസൻ സിനിമ തിയേറ്ററുകൾ, 5 ആഡംബര ഹോട്ടലുകൾ, 3 മരുന്ന് കമ്പനികൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെയും മുതലാളിയായ എത്രയോ കോടീശ്വരനായ മിസ്റ്റർ ദീക്ഷിത്തോ? മാത്രമല്ല, ആരാണോ ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ 5 ബംഗ്ലാവുകൾ ഉള്ളത്, അങ്ങനെയുള്ള അദ്ദേഹമാണോ നിങ്ങളോട് ആലോചിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പോസസ്, ഒന്ന് നിർത്തി. ലുക്ക് മാൻ, ഇറ്റ് ഈസ് his money, his idea, his effort. You villagers have nothing to do with it. നോക്കൂ, ഇത് അയാളുടെ പണം, ആശയം, അയാളുടെ പ്രയത്നം. നിങ്ങൾ ഗ്രാമവാസികൾക്ക് അതുമായി ഒന്നും ചെയ്യാനില്ല. രാമണ്ണ റഫിൾഡ്, പരുക്കനായി. യു ഡോണ്ട് നോ അസ്. നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല. വി സർട്ടൻലി ഹാവ് സംതിങ് ടു ഡു വിത്ത് ഇറ്റ്. ഞങ്ങൾക്ക് തീർച്ചയായും പലതും ചെയ്യാനുണ്ട്.
കർട്ടൻ ഫാൾസ്, കർട്ടൻ താഴുന്നു. സീൻ 3, രംഗം 3, കർട്ടൻ റൈസസ്, കർട്ടൻ ഉയരുന്നു. രാമണ്ണാസ് ടീ ഷോപ്പ്, രാമണ്ണയുടെ ചായക്കട. നാരായൺ, രാമണ്ണ, ശാസ്ത്രി, രുദ്രപ്പ ആൻഡ് കണ്ണൻ ആർ ടോക്കിംഗ് എക്സൈറ്റഡ്ലി. ഇവരെല്ലാം വളരെ ആവേശത്തോടെ സംസാരിക്കുന്നു. നാരായൺ, ഫ്രണ്ട്സ് വി മസ്റ്റ് ഡിസ്കസ് ദിസ് കാംലി. സുഹൃത്തുക്കളെ, നമ്മളിത് ശാന്തമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ലെറ്റ് us ഹിയർ വാട്ട് ഈച്ച് വൺ ഹാസ് ടു സേ. നമ്മൾ ഓരോരുത്തർക്കും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. രാമണ്ണ, യു സ്പീക്ക് ഫസ്റ്റ്. രാമണ്ണ, നിങ്ങൾ ആദ്യം സംസാരിക്കൂ. രാമണ്ണ, ഇറ്റ് ഈസ് എ ഫൂളിഷ് ഐഡിയ. ഇതൊരു വിഡ്ഢിത്തരമായ ആശയമാണ്. വൈ ഡു വി നീഡ് എ 5-star ഹോട്ടൽ ഇൻ ദിസ് വില്ലേജ്? എന്തിനാണ് ഈ ഗ്രാമത്തിൽ ഒരു 5-നക്ഷത്ര ഹോട്ടൽ? ഈസ് മൈ ഹോട്ടൽ നോട്ട് ഗുഡ് ഇനഫ്? എൻ്റെ ഹോട്ടൽ അത്ര നല്ലതല്ലേ? രാമണ്ണാസ് ടീ, രാമണ്ണൻ്റെ ചായ, രാമണ്ണാസ് കോഫി, രാമണ്ണൻ്റെ കോഫി, രാമണ്ണാസ് ദോശാസ്, വഡാസ് ആൻഡ് ഇഡ്ലീസ്, ഇതെല്ലാം എന്താ നല്ലതല്ലേ? നോട്ട് ഗുഡ് ഇനഫ് ഈസ് ഇറ്റ്? നല്ലതല്ലേ എന്ന് ചോദിക്കുകയാണ്. ശാസ്ത്രി, കൂൾ ഡൗൺ രാമണ്ണ, യുവർ ദോശാസ് ആൻഡ് ഇഡ്ലീസ് ആർ അൺബീറ്റബിൾ. ശാന്തനാകൂ രാമണ്ണ, നിങ്ങളുടെ ദോശയും ഇഡ്ലിയെയും ഒന്നും ആർക്കും തോൽപ്പിക്കാനാവാത്തതാണ്. യുവർ കോഫി ആൻഡ് ടീ ആർ ഫേമസ് ഇൻ ദിസ് വില്ലേജ് ആൻഡ് ബിയോണ്ട്. നിങ്ങളുടെ കോഫിയും ചായയുമെല്ലാം ഈ ഗ്രാമത്തിലും അപ്പുറത്തും പ്രശസ്തമാണ്. ഐ സർട്ടൻലി ഡോണ്ട് തിങ്ക് വി നീഡ് എ ഫാൻസി മൾട്ടി സ്റ്റോറീഡ് ഹോട്ടൽ ടു കോമ്പീറ്റ് വിത്ത് യുവർ ടീ ഷോപ്പ്. എനിക്ക് ശരിക്കും തോന്നുന്നില്ല നിങ്ങളുടെ ചായക്കടയുമായി മത്സരിക്കാൻ ഒരു ഭാവനാപരമായ ഒരുപാട് നിലകളുള്ള ഒരു ഹോട്ടൽ നമുക്ക് വേണമെന്ന്. രാമണ്ണ ലുക്സ് എറൗണ്ട് പ്രൗഡ് ആൻഡ് ഹാപ്പി. രാമണ്ണ ചുറ്റും നോക്കി അഭിമാനത്തോടെയും സന്തോഷത്തോടെയും. കണ്ണൻ, ദിസ് ടീ ഷോപ്പ് ഈസ് ഫൈൻ ഫോർ മീ. ഈ ചായക്കട എനിക്ക് ഓക്കെയാണ്. ബട്ട് ഇഫ് സംവൺ വാണ്ട്സ് ടു ബിൽഡ് എ ഗ്രാൻഡ് ഹോട്ടൽ ഐ ഡോണ്ട് സീ എനി ഹാം. പക്ഷേ വേറെ ആർക്കെങ്കിലും ഒരു വലിയ ഹോട്ടൽ നിർമ്മിക്കണമെങ്കിൽ ഞാൻ അതിൽ തെറ്റൊന്നും കാണുന്നില്ല. ഇറ്റ് വിൽ ബ്രിങ് ഇൻ ടൂറിസ്റ്റ്. അത് വിനോദസഞ്ചാരികളെ കൊണ്ടുവരും. ടൂറിസ്റ്റ് മീൻസ് മണി. വിനോദസഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ പണമാണ്. ആൻഡ് ഹൂ ഡസ് നോട്ട് നീഡ് മണി? ആർക്കാണ് പണം ആവശ്യമല്ലാത്തത്? ശാസ്ത്രി, കണ്ണൻ, യു ആർ റോങ്. നിനക്ക് തെറ്റി. എ മൾട്ടി സ്റ്റോറീഡ് ഹോട്ടൽ ക്യാൻ നെവർ കം അപ്പ് ഓൺ ധർമ്മഗിരി. ധർമ്മഗിരിയിൽ ഒരിക്കലും ഒരുപാട് നിലകളുള്ള ഹോട്ടൽ വരാൻ പാടില്ല. നാരായൺ, പസിൽഡ്, അമ്പരന്നുകൊണ്ട്. വാട്ട് ഡു യു മീൻ നെവർ? ഒരിക്കലും എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മിസ്റ്റർ സാഗർ ടോൾഡ് മീ ദാറ്റ് ലോറീസ് ആൻഡ് ട്രക്സ് വുഡ് സ്റ്റാർട്ട് അറൈവിംഗ് ടുമാറോ. മിസ്റ്റർ സാഗർ എന്നോട് പറഞ്ഞത് ലോറിയും ട്രക്കുകളും നാളെ മുതൽ വരാൻ തുടങ്ങുമെന്നാണ്. ദ ഫൗണ്ടേഷൻ വിൽ ബി ലൈഡ് സൂൺ. അടിത്തറ എത്രയും പെട്ടെന്ന് വിരിക്കും. ശാസ്ത്രി, വി ഹാവ് ഗോട്ട് ടു സ്റ്റോപ്പ് ഇറ്റ്. നമുക്ക് അത് തടയേണ്ടിയിരിക്കുന്നു. നമ്മൾ അത് നിർത്തണം. വി കനോട്ട് അലോ തോട്ട്ലെസ് പീപ്പിൾ ടു റൂയിൻ അവർ ബ്യൂട്ടിഫുൾ മൗണ്ടെയിൻ. നമ്മുടെ സുന്ദരമായ പർവ്വതം ചിന്തയില്ലാത്ത മനുഷ്യർ നശിപ്പിക്കുന്നത് നമുക്ക് സമ്മതിക്കാൻ കഴിയില്ല. There is another, more urgent reason. ഇതുമാത്രമല്ല, മറ്റൊരു അടിയന്തര കാരണം കൂടിയുണ്ട്. ധർമ്മഗിരി കനോട്ട് സപ്പോർട്ട് എ ബിൽഡിംഗ് ദാറ്റ് ബിഗ്. അത്രയും ഉയരമുള്ള വലിയ കെട്ടിടം ധർമ്മഗിരിക്ക് ഒട്ടും താങ്ങാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. അത് അപകടകരമാണ്. രാമണ്ണ, വൈ ഡു യു സേ ഇറ്റ് ഈസ് ഡേഞ്ചറസ്? എന്തുകൊണ്ടാണ് അപകടം എന്ന് പറയുന്നത്? ശാസ്ത്രി, മൈ ഗ്രാൻഡ് മദർ ടോൾഡ് മീ വെൻ വി വർ ഗോയിങ് അപ്പ് ധർമ്മഗിരി ടു ദ ടെമ്പിൾ വൺസ്. ധർമ്മഗിരിക്ക് മുകളിലേക്ക്, ക്ഷേത്രത്തിലേക്ക് ഒരിക്കൽ ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട്. When the temple was built 300 years ago, they realized that the earth could not hold a structure taller than 30 feet. ക്ഷേത്രം 300 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചപ്പോൾ അവിടെയുള്ള ഭൂമിക്ക് 30 അടി ഉയരത്തിൽ കൂടുതലുള്ള ഒരു ഘടന താങ്ങാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഇറ്റ് വുഡ് ബി ഡേഞ്ചറസ് ടു ഡിഗ് ടു ഡീപ്പ് ഫോർ ഫൗണ്ടേഷൻ. അടിത്തറയ്ക്ക് വേണ്ടി കൂടുതൽ ആഴത്തിൽ കുഴിക്കൽ അപകടകരമാണ്. നാരായൺ, എക്സൈറ്റഡ്, ആകാംക്ഷയോടെ. ദാറ്റ് ഈസ് ഓൾ മോർ റീസൺ വൈ എ ഹോട്ടൽ കനോട്ട് ബി ബിൽറ്റ് ദ. ഇതൊരു വലിയ കാരണമാണ് ഒരു ഹോട്ടൽ എന്തുകൊണ്ട് അവിടെ
നിർമ്മിക്കാൻ പറ്റില്ല എന്നതിന്. കമോൺ ലെറ്റസ് ടോക്ക് ടു മിസ്റ്റർ സാഗർ ബിഫോർ ഇറ്റ് ഈസ് ടു ലൈറ്റ്. വളരെ അധികം വൈകുന്നതിന് മുമ്പ് നമുക്ക് മിസ്റ്റർ സാഗറിനോട് സംസാരിക്കാം. വരൂ. കർട്ടൻ ഫാൾസ്. കർട്ടൻ വീഴുന്നു. സീൻ 4 രംഗം 4. ഗ്രാൻഡ്മദർ ഹോബിൾസ് ഓൺ ടു സ്റ്റേജ് വിത്ത് നാരായൺ ആൻഡ് സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കർട്ടൻ. നാരായണനോടൊപ്പം മുത്തശ്ശി ഏന്തി സ്റ്റേജിലേക്ക് നടന്നു. എന്നിട്ട് കർട്ടൻ്റെ മുമ്പിൽ നിന്നു. ഗ്രാൻഡ്മദർ ടെൽ മീ വാട്ട് ഹാപ്പൻ. എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ. നാരായൺ ദ വില്ലേജേഴ്സ് ഡോണ്ട് വാണ്ട് ദ ഹോട്ടൽ. ഗ്രാമവാസികൾക്ക് ഹോട്ടൽ വേണ്ട. വി വെൻറ്റ് ടു മിസ്റ്റർ സാഗർ ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് നോട്ട് ഓൺലി വുഡ് അവർ വില്ലേജ് ബി റൂയിൻഡ് ബട്ട് ദ മൗണ്ടെയിൻ ഇറ്റ്സെൽഫ് വാസ് ഇൻ ഡേഞ്ചർ. ഞങ്ങൾ മിസ്റ്റർ സാഗറിൻ്റെ അടുക്കൽ പോയി. എന്നിട്ട് ഞങ്ങളുടെ ഗ്രാമം മാത്രമല്ല നശിക്കുക, പക്ഷേ പർവ്വതം തന്നെ അപകടത്തിലാകുമെന്ന് വിശദീകരിച്ചു. ദേ കനോട്ട് ഡിഗ് എ ഡീപ്പ് ഫൗണ്ടേഷൻ ഓൺ ഇറ്റ്. അവർക്ക് അതിന്മേൽ ആഴമുള്ള അടിത്തറ കുഴിക്കാൻ കഴിയില്ല എന്നും. ഗ്രാൻഡ്മദർ വാട്ട് ഡിഡ് സാഗർ സേ. സാഗർ എന്തു പറഞ്ഞു. നാരായൺ ഹി വാസ് അനോയ്ഡ്. അദ്ദേഹം ശല്യപ്പെട്ടതുപോലെ കാണപ്പെട്ടു. ഡു യു village bumpkins know more than the engineers and architects from the big cities? he asked. അയാൾ വലിയ നഗരങ്ങളിൽ നിന്നുമുള്ള എഞ്ചിനീയർ ആർക്കിടെക്റ്റുകളെക്കാളും നിങ്ങൾ നാട്ടിൻപുറത്തെ ഗ്രാമക്കാർക്കാണോ കൂടുതൽ അറിയുക? അദ്ദേഹം ചോദിച്ചു. പോസസ് ഒന്ന് നിർത്തി. ദെൻ സാഡ്ലി സങ്കടത്തോടെ. ദേ ആർ സ്റ്റാർട്ടിംഗ് വർക്ക് ടുമാറോ. അവർ നാളെ പണി തുടങ്ങുകയാണ്. ഗ്രാൻഡ്മദർ സാഡ്ലി വിഷമത്തോടെ മുത്തശ്ശി പറയാണ്. വെർ വിൽ ദേ ഗോ ദ റാബിറ്റ്സ് ദ ഡിയർ ആൻഡ് ദ പാർട്രിഡ്ജ്. അവർ എവിടെ പോവും? മുയലുകൾ, മാൻ, ആൾക്കാട്ടി പക്ഷി ഇവരെല്ലാം എങ്ങോട്ടാണ് പോവുക? ഹൂ വിൽ ലിസൺ ടു ദെയർ പ്ലേറ്റ്. അവരുടെ അവസ്ഥ ആരാണ് കേൾക്കുക? ഹൂ വിൽ ലിസൺ ടു അവർ റിവർ. ആരാണ് നമ്മുടെ നദിയുടെ കേൾക്കുക? അവർ ക്ലീൻ ബ്യൂട്ടിഫുൾ സ്വീറ്റ് വാട്ടേർഡ് റിവർ ദാറ്റ് വിൽ നൗ ടേൺ ഫോൾ വിത്ത് ഫിൽത്ത്. നമ്മുടെ ശുദ്ധമായതും മനോഹരമായ മധുര ജലനദി ഇപ്പോൾ അഴുക്ക് കൊണ്ട് മലിനമായി മാറും. And who will listen to the sorrow of Dharmagiri when it is massacred by roads and burdened with buildings? റോഡുകൾ കൊണ്ടും പൂർണ്ണനാശവും കെട്ടിടങ്ങൾ കൊണ്ട് ഭാരവുമേൽക്കുമ്പോൾ ആരാണ് ധർമ്മഗിരിയുടെ സങ്കടം കേൾക്കുക? ദ നോയ്സ് ബഹളം, ദ പൊല്യൂഷൻ മാലിന്യം. ഓ ടു ദ ഓഡിയൻസ് പ്രേക്ഷകരോട് അല്ലെങ്കിൽ കാണികളോട്. യു തിങ്ക് ഐ ആം ക്രൈസി ബിക്കോസ് ഐ കെയർ ഫോർ ദീസ് തിങ്സ് ബിക്കോസ് ഐ ക്യാൻ ഹിയർ ദെയർ വോയിസ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഭ്രാന്തിയാണെന്ന് ഈ വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട്? കാരണം എനിക്ക് അവരുടെ ശബ്ദം കേൾക്കാൻ കഴിയും. ഡോണ്ട് ബിലീവ് മീ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കണമെന്നില്ല. ബട്ട് ഐ നോ എനിക്കറിയാം. ദ മൗണ്ടെയിൻസ്, ദ റിവേഴ്സ്, ദ ട്രീസ് ആൻഡ് ദ ആനിമൽസ്, ദേ ആൾ സ്പീക്ക് ജസ്റ്റ് ലൈക്ക് യു ആൻഡ് മീ. എനിക്കറിയാം പർവ്വതങ്ങൾ, നദികൾ, മരങ്ങൾ, മൃഗങ്ങൾ എല്ലാം സംസാരിക്കും, എൻ്റേതും നിങ്ങളുടേതും പോലെ തന്നെ. ഇഫ് ഓൺലി വി ലിസൺ ടു ദം. നമ്മൾ അവയോട് ശ്രദ്ധിച്ചാൽ മാത്രം. ബട്ട് ദ വേൾഡ് നൗ ഈസ് സോ ഫുൾ ഓഫ് നോയ്സ്. ഹൗ ക്യാൻ എനിവൺ ഹിയർ ദ സോഫ്റ്റ്ലി ഗർഗ്ലിംഗ് സ്ട്രീം ഓർ ദ ബ്രീസ് ആസ് ഇറ്റ് റസ്റ്റൽസ് ത്രൂ ദ ലീവ്സ് ഓർ ദ ഫ്ലട്ടർ ഓഫ് എ ബേർഡ്സ് വിങ്സ്. പക്ഷേ ഇന്നത്തെ ലോകം മുഴുവൻ ബഹളമാണ്. എങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ നിന്നും ഒരാൾക്ക് കേൾക്കാൻ കഴിയുക? അരുവിയുടെ ലോലമായ കളകളാരവം, ഇലകളിലൂടെ നീങ്ങുമ്പോഴുള്ള കാറ്റിൻ്റെ മർമ്മര ശബ്ദങ്ങളും അല്ലെങ്കിൽ പക്ഷിയുടെ ചിറകിൻ്റെ ചിറകടി ശബ്ദവും. നാരായൺ നൗ അജി. ഗ്രാൻഡ്മദർ ഇപ്പോൾ അജി മുത്തശ്ശിയോടാണ് പറയുന്നത്. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. പരിഭ്രമിക്കേണ്ട. ഗ്രാൻഡ്മദർ വൈപ്പിംഗ് ഹെർ ഐസ്. കണ്ണുകൾ തുടച്ച്. ഐ നോ എനിക്കറിയാം. വാട്ട് ഹാസ് ദ ഹോട്ടൽ ഗോട്ട് ടു ഡു വിത്ത് മീ. ഹോട്ടലുകൾക്ക് എന്താണ് എന്നോട് ചെയ്യാൻ കഴിയുക? ഷീ ടേൺസ് ടു ഹെർ ഗ്രാൻഡ്സൺ. അവളുടെ കൊച്ചുമകൻ്റെ നേർക്ക് തിരിഞ്ഞു. യു നോ സംതിങ്. നിനക്കൊരു കാര്യം അറിയുമോ? ദിസ് ഹാസ് മോർ ടു ഡു വിത്ത് ദ ചിൽഡ്രൻ ഓഫ് അവർ വില്ലേജ് ദാൻ എനിവൺ എൽസ്. ഇതിനെ നമ്മുടെ ഗ്രാമത്തിലെ കുട്ടികളുമായിട്ടാണ് കൂടുതൽ ചെയ്യാനുള്ളത്, മറ്റാരെക്കാളും.
ടുമാറോസ് വേൾഡ് ഈസ് ദെയർ വേൾഡ്. കാരണം നാളത്തെ ലോകം അവരുടെ ലോകമാണ്. പോസസ് തിങ്കിങ് ഒന്ന് നിർത്തി എന്നിട്ട് ചിന്തിച്ചുകൊണ്ട് യു ആർ ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. നീയാണ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. യു മസ്റ്റ് ടോക്ക് ടു ദ ചിൽഡ്രൻ. നീ തീർച്ചയായും കുട്ടികളോട് സംസാരിക്കണം. ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ എബൌട്ട് ഇറ്റ്. എന്താണ് കുട്ടികൾക്ക് ഇതേക്കുറിച്ച് തോന്നുന്നത് എന്ന് കണ്ടെത്തൂ. ഡോണ്ട് പുട്ട് ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്. ഒരിക്കലും ആശയങ്ങൾ അവരുടെ തലയിലേക്ക് നിറയ്ക്കണ്ട. ജസ്റ്റ് ടെൽ ദം എവ്രിതിങ് ആൻഡ് ലെറ്റ് ദം തിങ്ക് ഫോർ ദംസെൽവ്സ്. വെറുതെ എല്ലാ കാര്യങ്ങളും അവരോട് പറയുക. അവർക്ക് വേണ്ടി അവരോട് തന്നെ ചിന്തിക്കാൻ അനുവദിക്കുക. ദേ ഗോ ഓഫ് സ്റ്റേജ് ത്രൂ ലെഫ്റ്റ് ആൻഡ് റീ എൻ്റർ ഫ്രം റൈറ്റ്. അവർ ഇടതുഭാഗത്തുകൂടെ സ്റ്റേജിന് പുറത്തേക്ക് പോയി എന്നിട്ട് വലത്ത് ഭാഗത്ത് നിന്നും വീണ്ടും പ്രവേശിച്ചു. വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ ഹാവ് ടു സേ? കുട്ടികൾക്ക് ആണ് പറയാനുള്ളത്. നാരായൺ: ദേ ഡോണ്ട് വാണ്ട് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി ഇഫ് ഇറ്റ് വിൽ റൂയിൻ അവർ കൺട്രി സൈഡ്. നമ്മുടെ ഗ്രാമത്തെ നശിപ്പിക്കുമെങ്കിൽ അവർക്ക് ഹോട്ടൽ വേണ്ട ധർമ്മഗിരിയിൽ. ഗ്രാൻഡ് മദർ: ഐ തോട്ട് സോ. ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. ചിൽഡ്രൻ ആർ വൈസ്. കുട്ടികൾ വിവേകമുള്ളവരാണ്. ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ടു ലേറ്റ്. ഇപ്പോഴും കൂടുതൽ വൈകിട്ടില്ല. വി മസ്റ്റ് ടേക്ക് എ സ്റ്റാൻഡ്. നമ്മളൊരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. ഓർ എൽസ് അല്ലെങ്കിൽ ബിഗ് പീപ്പിൾ വിത്ത് സ്മാൾ ഹാർട്ട്സ് വിൽ സ്വാളോ ദിസ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് അവേഴ്സ്. ചെറിയ ഹൃദയമുള്ള വലിയ മനുഷ്യർ നമ്മുടെ മനോഹരമായ ഈ ഗ്രാമം വിഴുങ്ങും. നാരായൺ: മിസ്റ്റർ ദീക്ഷിത് ഈസ് അറൈവിംഗ് ടുമാറോ. മിസ്റ്റർ ദീക്ഷിത് നാളെ വരുന്നുണ്ട്. ദേ വിൽ സ്റ്റാർട്ട് ലേയിങ് ദ ഫൗണ്ടേഷൻ. അവർ നാളെ അടിത്തറ വിരിക്കാൻ തുടങ്ങും. വി വിൽ സ്റ്റേജ് എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആൻഡ് സബ്മിറ്റ് എ പെറ്റീഷൻ. നമ്മൾ നാളെ ഒരു സമാധാന പ്രതിഷേധം കാഴ്ചവെക്കും. എന്നിട്ട് ഹർജി സമർപ്പിക്കുകയും ചെയ്യും. ഗ്രാൻഡ് മദർ: ഗുഡ് ലക്ക് സൺ, ഗുഡ് ലക്ക്. എല്ലാം നല്ലത് വരട്ടെ. ഓഫ് സ്റ്റേജ്. അവർ സ്റ്റേജിന് പുറത്തേക്ക് നീങ്ങി. സീൻ 5. രംഗം 5. കർട്ടൻ റൈസസ്. കർട്ടൻ ഉയരുന്നു. ബാക്ക്ഡ്രോപ്പ് ഓഫ് മൗണ്ടെയ്ൻസ്, എ സ്ട്രീം ആൻഡ് ട്രീസ്. മരങ്ങൾ, അരുവികൾ, പർവ്വതങ്ങൾ എന്നിവയുടെ പശ്ചാത്തലം. ദീക്ഷിത് ഈസ് സീറ്റഡ് ഓൺ എ ചെയർ ഓൺ വൺ സൈഡ് ഓഫ് ദ സ്റ്റേജ്. സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് കസേരയിൽ ദീക്ഷിത് ഇരിക്കുന്നു. സാഗർ ഈസ് ഓൺ ദ അതർ സൈഡ്. സാഗർ മറുഭാഗത്തും. സൗണ്ട് ഓഫ് ലോറീസ്, ഡ്രില്ലിംഗ് ആൻഡ് ഹാമറിംഗ് ക്യാൻ ബി ഹേർഡ്. ലോറികളുടെയും തുളക്കുന്നതിൻ്റെയും ചുറ്റികയടിക്കുന്നതിൻ്റെയും ശബ്ദം കേൾക്കാം. എ പ്രൊസഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് എൻറ്റേഴ്സ് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ്. എതിർവശത്ത് നിന്നും കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒരു ജാഥ പ്രത്യക്ഷപ്പെട്ടു. The children in the front row display a banner. Listen to the mountain. They present a petition to Dikshit. മുന്നിലെ നിരയിലെ കുട്ടികൾ ഒരു ബാനർ കാണിച്ചു. പർവ്വതത്തിലേക്ക് ശ്രദ്ധിക്കൂ. അവർ ദീക്ഷിത്തിന് ഒരു ഹർജി നൽകി. ദീക്ഷിത് റീഡിംഗ് ഇറ്റ്. അത് വായിച്ചുകൊണ്ട്: വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? എന്ത് അസംബന്ധമാണിത്? ലിസൺ ടു ദ മൗണ്ടെയിൻ. പർവ്വതത്തെ ശ്രദ്ധിക്കൂ എന്നോ? ഹിയർ വി ആർ ഓൾ സെറ്റ് ടു ബിൽഡ് ദ ബിഗ്ഗസ്റ്റ് ഹോട്ടൽ ഇൻ ദ സ്റ്റേറ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി, ആൻഡ് യു പീപ്പിൾ ടോക്ക് ഓഫ് മൗണ്ടെയ്ൻസ് ആൻഡ് റിവേഴ്സ്, റാബിറ്റ്സ് ആൻഡ് ബേർഡ്സ്. പ്ലീസ് പ്ലീസ്. ഞങ്ങളിവിടെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഹോട്ടൽ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച ഒന്ന്. നിങ്ങൾ മുയൽ, പക്ഷി, നദി, പർവ്വതത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പ്ലീസ് പ്ലീസ്. ഇഫ് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഫോർ ബിഗ് ബിസിനസ്, ഡോണ്ട് ഇൻ്റർഫിയർ. ഇങ്ങനെയുള്ള ഒരു വലിയ വ്യാപാരത്തിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട. ലെറ്റ് us ഗെറ്റ് ഓൺ വിത്ത് ഇറ്റ്. ഓക്കെ, കം ഓൺ മെൻ, ഓൺ വിത്ത് ദ ഡ്രില്ലിംഗ്. ലെറ്റ് us ഗെറ്റ് എ മൂവ് ഓൺ. നമുക്ക് ഇത് തുടരാം. ഓക്കെ, വരൂ. തുളക്കൽ തുടരൂ. നമുക്ക് മുന്നോട്ട് പോവാം. സാഗർ: കീപ് വർക്കിംഗ്, കീപ് വർക്കിംഗ്. ജോലി ചെയ്തുകൊണ്ടിരിക്കൂ. സഡൻലി ദർ ഈസ് എ ടെറിഫിക് റംബിൾ ആൻഡ് റോർ ലൈക്ക് റോക്സ് ഫാളിംഗ്. പെട്ടെന്ന് അവിടെ ഒരു ഗർജനവും അലറലും കുന്നു വീഴുന്നത് പോലെ. ഇറ്റ് ലാസ്റ്റ് ഫോർ 30 seconds. അത് 30 നിമിഷം നീണ്ടുനിന്നു. ട്രമെൻഡിയസ് നോയ്സ് ഓഫ് ഹോൺസ് ബ്ലെയറിംഗ്, വോയിസസ് സ്ക്രീമിംഗ് ആൻഡ് ഷീർക്കിംഗ്. കാഹളം മുഴങ്ങുന്നത് പോലെയുള്ള പെട്ടെന്നുള്ള ശബ്ദം, അലറലിൻ്റെയും നിലവിളിയുടെയും ശബ്ദങ്ങൾ. വോയിസസ് ഓഫ് സ്റ്റേജ്.
സ്റ്റേജിൻ്റെ പുറത്തു നിന്നുമുള്ള ശബ്ദങ്ങൾ. ലാൻഡ്സ്ലൈഡ്, ഉരുൾപൊട്ടൽ. ദീക്ഷിത് ആൻഡ് സാഗർ ലുക്ക് അറൗണ്ട് ഇൻ പാനിക്. ദേ സ്റ്റാഗർ എബൌട്ട് ദെൻ റൺ ഓഫ് സ്റ്റേജ്. ദീക്ഷിത്തും സാഗറും ചുറ്റും പരിഭ്രമിച്ചു നോക്കി. അവർ വിറച്ചു. സ്റ്റേജിൻ്റെ പുറത്തേക്ക് ഓടി. നാരായൺ ഷൗട്ട്സ്, ഉറക്കെ നിലവിളിച്ചു. ലെറ്റ് us ഗെറ്റ് ഹെൽപ്പ്, നമുക്ക് സഹായം തേടാം. വി മസ്റ്റ് ഹെൽപ്പ് ദ ഇൻജേർഡ്, നമ്മൾ പരിക്കേറ്റവരെ സഹായിക്കണം. ഹറി, പെട്ടെന്ന് വരൂ, എളുപ്പമാക്കൂ. ദ ഇൻജേർഡ് ആർ ക്യാരിഡ് എവേ ഓൺ ദ മേക്ക് ഷിഫ്റ്റ്സ് സ്ട്രെച്ചേഴ്സ് ബൈ ചിൽഡ്രൻ. കുട്ടികൾ തൽക്കാലോപയോഗത്തിന് ഉണ്ടാക്കിയ മഞ്ചലിൽ പരിക്കേറ്റവരെ കൊണ്ടുപോയി. സം ഹോബിൾ ആൻഡ് ലിം, ചിലർ മുടന്തി തളർന്ന്. സ്ലോലി, പതിയെ. ദ കൊമോഷൻ ഡേയ്സ് ആൻഡ് നോയ്സ് ഫെയ്ഡ്സ്, ബഹളം തീർന്നു, ശബ്ദം മാഞ്ഞു. ഗ്രാൻഡ് മദർ ഇൻ എ സാഡ് സ്ലോ വോയിസ് ടു ഓഡിയൻസ്, സങ്കടത്തിൽ ചെറിയ ശബ്ദത്തിൽ സദസ്സിനോട്. ഫൈനലി ദ മൗണ്ടെയിൻ സ്പോക്ക് ലൗഡ് ഇനഫ് ഫോർ എവ്രി വൺ ടു ഹിയർ. അവസാനം എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് ശബ്ദത്തിൽ പർവ്വതം സംസാരിച്ചു. പോസസ്, ഒന്ന് നിർത്തിക്കൊണ്ട്. ഫോർ അവർ വില്ലേജ് ഇറ്റ് വാസ് എ ട്രാജഡി. ഞങ്ങളുടെ ഗ്രാമത്തിന് ഇതൊരു ദുരന്തമായിരുന്നു. 10 houses ബറീഡ് ബിനീത്ത് ദ ലാൻഡ്സ്ലൈഡ്. ഉരുൾപൊട്ടലിൻ്റെ താഴെ 10 വീടുകൾ മൂടി. 11 people killed including 2 children. 2 കുട്ടികൾ ഉൾപ്പെടെ 11 ആളുകൾ കൊല്ലപ്പെട്ടു. വൈപ്സ് ഹെർ ഐസ്, അവളുടെ കണ്ണുകൾ തുടച്ചു. ഐ നോ ഇറ്റ് ആൾ എലോങ്, ഇതെല്ലാം എനിക്കറിയാമായിരുന്നു. നേച്ചർ ഓൾവേസ് സ്പീക്സ് ഇഫ് വി കെയർ ടു ലിസൺ. നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ പ്രകൃതി എപ്പോഴും സംസാരിക്കും. കർട്ടൻ ഫാൾസ്, കർട്ടൻ താഴുന്നു. ഇത്രയാണ് ഈ ഒരു നാടകം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.